ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ എങ്ങനെ അബദ്ധത്തിൽ പെടാതിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് യോജിച്ച പെർഫ്യൂം എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ എപ്പോഴും പറയണം എന്ന് കരുതിയ ഒരു ടോപ്പിക്കാണത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ പെർഫ്യൂം വീഡിയോ ചെയ്യുമ്പോഴും, അതായത് ഒന്നിൽ കൂടുതൽ പെർഫ്യൂംസ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4-5 പെർഫ്യൂംസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ബ്ലാങ്കോൻ്റെ പെർഫ്യൂംസ് ആണ്. ഇത് ഇപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ട് ഇത് ഇന്നത് ഇതൊക്കെയാണ് ബ്ലാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ ഇതിൻ്റെ താഴെ വരും കമൻസ് എന്തെന്ന് പറയും, ഏതാണ് ഇതിലെ ഏറ്റവും നല്ലത്, ഇതിലെ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ഏതാണ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രണ്ട് കമൻസ് ആണ് ഏതാണ് നല്ലത്, ഏതാണ് ലോങ് ലാസ്റ്റിംഗ്. ഈ ഒരു കോൺസെപ്റ്റ് അല്ല ആക്ച്വലി പെർഫ്യൂം വാങ്ങിക്കേണ്ടത്. പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ, നിങ്ങളൊരു കാറ് വാങ്ങിക്കുമ്പോൾ ആദ്യം ചോദിക്കൽ ഇതിൽ ഏത് കാറാണ് നല്ലത്, ഇതിനേതിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് എന്നുള്ളത് നോക്കിയിട്ടാണോ കാറ് വാങ്ങിക്കുക. അത് നമ്മുടെ ഒരു പർപ്പസും കൂടി ഇല്ലേ അതിൻ്റെ കൂടെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാറുകളുള്ള ഒരു ബ്രാൻഡ് മാരുതി സുസുക്കി ആകുമ്പോൾ നമ്മുടെ സാധാരണ ബ്രാൻഡുകൾ, മറ്റേത് മെർസഡീസിനാണ് ഏറ്റവും കൂടുതൽ ലൈനപ്പ് കാണാറുള്ളത്. നോക്കുമ്പോൾ 10-20 വണ്ടികളൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാരുതി സുസുക്കിൻ്റെ ഒരു വണ്ടി ഇപ്പോൾ ഒരു ഷോറൂം പോയിട്ട് ആരെങ്കിലും ചെന്നിട്ട് എനിക്കിതിൽ ഏറ്റവും മൈലേജുള്ള കാർ ഏതാ, അത് മതി എന്ന് പറഞ്ഞാൽ സെലറിയോ അല്ലെങ്കിൽ അൾട്ടോ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇതെടുത്തിട്ട് പോരേണ്ടി വരും. അത് മാത്രം അയാളുടെ ഫോക്കസ് അതാണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ ഒരു ടാക്സി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ മൈലേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെലറിയോ ഒക്കെ ആയിട്ട് പോരും. എന്നിട്ട് ഒന്നെങ്കിൽ CNG ഉള്ളതോ അല്ലെങ്കിൽ പെട്രോളിൽ തന്നെ അത്യാവശ്യം മൈലേജ് ഉള്ളതുകൊണ്ട് അത് എടുത്ത് പോരും. അത് അവരുടെ പർപ്പസ് അതായതുകൊണ്ട്. അല്ലാതെ ഒരു കോമൺ മാനിന് അതല്ലല്ലോ ആവശ്യം. അയാൾക്ക് ഒന്നെങ്കിൽ ഒരു ചിലർക്ക് അതിൻ്റെ ലുക്ക് ആയിരിക്കും, ചിലർക്ക് കംഫർട്ടബിൾ സീറ്റ്സ് ആയിരിക്കും, ചിലർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ളതായിരിക്കും, ചിലർക്ക് ഡ്രൈവിംഗ് പ്ലഷർ ആയിരിക്കും. ഞാൻ എപ്പോഴും ഡ്രൈവിംഗ് പ്ലഷർ നോക്കുന്ന ഒരാളാണ്, കാരണം ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ ഡ്രൈവിംഗ് പ്ലഷർ നോക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു സാധനം ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളെ പർപ്പസ് എന്താണെന്നുള്ളത്, എന്നും ഓടിക്കുന്ന ആളാണോ, അതല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ കാർ എടുക്കുന്ന ആളാണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയിലൊന്നും വലിയ കാര്യമില്ല. അതല്ലെങ്കിൽ നമുക്ക് EMI കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ എടുക്കുക. എന്ന പോലെ തന്നെ ഒരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ആദ്യം ചാടിക്കേറി ഇതിൽ ഏറ്റവും ലാസ്റ്റിംഗ് ഏതാണ് എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ലോഞ്ചിവിറ്റി മാത്രമാണ് നിങ്ങളെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ എൻ്റെ കയ്യിൽ സാധനമുള്ളതുകൊണ്ട് ഇത് ഈസിയാണ് പറയാൻ. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ തുറന്നിട്ട് ഇപ്പോൾ ഇതിലിപ്പോൾ മിക്ക പെർഫ്യൂംസും ഫ്രഷ് പെർഫ്യൂംസ് ആണ്. പക്ഷേ ഇവിടെ 1-2 പെർഫ്യൂംസ് മാത്രമേ ഇതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഇതിൽ ഏതാ ഏറ്റവും ലോങ് ലാസ്റ്റിങ്. ഡെഫിനറ്റ്ലി ഇതിലുള്ള ഒരു ഇന്ത്യൻ ഊത് പറഞ്ഞ സാധനമുണ്ട്, ആ ഒരു ഇന്റർലൂഡിൻ്റെ പോലത്തെ ഫ്രാഗ്രൻസ് വരുന്നത്. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, അതെടുത്തോളൂ. ഇതെടുത്ത് മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കലേ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്വീറ്റോ ഒക്കെ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കുന്നത്. പക്ഷേ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കരിഞ്ഞ മണവും കിട്ടുക. അപ്പോൾ അത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ഒക്കേഷൻസിലേക്ക് ആവില്ല ഇയാൾക്ക് ആവശ്യം ഉണ്ടാവുക. ഇവർക്ക് ആവശ്യം ഇത് ഓഫീസിലേക്ക് അപ്ലൈ ചെയ്ത് പോകണമായിരിക്കും. അപ്പോൾ ഇത് ചിന്തിക്കാതെ ഇത് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെർഫ്യൂം യൂസ്ലെസ് ആയി. അപ്പോൾ അത് എപ്പോഴും നമ്മളെ പർപ്പസ് എന്താണ് അത് നോക്കിയിട്ട് വേണം എടുക്കാൻ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഓഫീസിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രഷ് പെർഫ്യൂംസ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ഫ്രഷ് ഗ്രീന്, ഫ്രഷ് ഫ്രൂട്ടി, ഫ്രഷ് സ്വീറ്റ്, അല്ലെങ്കിൽ ഫ്രഷ് എക്കോട്ടിക്, ഇങ്ങനെയൊക്കെയുള്ള ഫ്രഷ് സ്പൈസി, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു ഓൾ ഒക്കേഷൻസിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഒക്കേഷൻസിലേക്കും പറ്റിയ ഒരു പെർഫ്യൂം നോക്കുന്നവരാണെങ്കിൽ അതിൽ മോസ്റ്റ്ലി ആ ഒരു ഫ്രഷ്നെസ് കുറച്ച് കുറഞ്ഞിട്ട് നമ്മളൊരു സ്വീറ്റി ഫ്രൂട്ടി കോമ്പിനേഷൻ, അല്ലെങ്കിൽ വെനില ഫ്രൂട്ടി, വെനില സ്വീറ്റ്സ്, അല്ലെങ്കിൽ അക്കോട്ടിക് അക്കോട്ടിക് അല്ല, ഒരു അരോമാറ്റിക് ഫ്രൂട്ടി, അരോമാറ്റിക് സ്വീറ്റി, അരോമാറ്റിക് വനില, അതേപോലെ ആംബർ വനില, ആംബർ ഫ്രൂട്ടി, ആംബർ സ്വീറ്റി, ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്വീറ്റി ബൂട്ടി, ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി പാർട്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഈവനിങ് അതിലൊക്കെ ഇറങ്ങാൻ പറ്റിയ പെർഫ്യൂംസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വൂഡി, ആംബർ, അതല്ലെങ്കിൽ ആ ഒരു സ്മോക്കി, പച്ചൗളി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിലൊക്കെ അടിപൊളിയാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഏജ് ഗ്രൂപ്പ് ഒക്കെ നോക്കിയിട്ടൊക്കെ ചിലർ പെർഫ്യൂംസ് നമ്മൾ പറയാറുണ്ട്, ടെറി ഡിയർമസ് യങ്സ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാച്ച് ആവില്ല എന്നൊക്കെ ഉള്ളത്. കാരണം ടെറി ഡിയർമസിൻ്റെ അതിലുള്ള ഒരു വെറ്റിവറിൻ്റെ ഫ്രാഗ്രൻസ് ചിലപ്പോൾ യങ്സ്റ്റേഴ്സിന് മാച്ച് ആവുന്ന ഒരു സ്മെല്ലായിരിക്കില്ല. അപ്പോൾ ഒരു 25+ ഒക്കെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുക. ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടി ഒരു സ്വീറ്റി ഫ്രൂട്ടി ഒക്കെ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു
ഒരു സ്റ്റൈലിന് അതായിരിക്കും മാച്ചിങ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പർപ്പസ് എന്താണ് ഇത് നോക്കിയിട്ട് എടുക്കുക. അല്ലാതെ ഒരിക്കലും ഒരു 5 പെർഫ്യൂം കാണുമ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റിങ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും എടുക്കരുത്. അതേപോലെ ഇതിൽ ഏതാ നല്ലത് എന്നുള്ളത്. ഇപ്പോൾ ഒരു കമ്പനി ഒരു സാധനം ഇറക്കുമ്പോൾ എങ്ങനെ ഇത് 5 മോശം 5 നല്ലത്, ഒരു 4 ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നത്, ഇങ്ങനെ ആരെങ്കിലും സാധനം ഇറക്കുമോ? ഇല്ലല്ലോ. അവരെന്തിനാണ് ഈ 8 10 ഇറക്കുന്നത്? ഈ ഒരു ലോജിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഇതിൽ യൂണിസെക്സ് ഉണ്ടാവും, ഓളൊക്കേഷൻസ് ഉണ്ടാവും, പാർട്ടി ഉണ്ടാവും, ഫീമെയിൽ ഉണ്ടാവും, മെൻ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ കോമ്പിനേഷൻസിലാണ് പെർഫ്യൂംസ് വരാറുള്ളത്. നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യം നോക്കിയിട്ട് എടുക്കുക. അതല്ലാതെ ഈ ഒരു പണി ചെയ്യരുത് ഒരിക്കലും. ഏറ്റവും ലാസ്റ്റിങ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും എടുത്തു പോകരുത്. എപ്പോഴും ചോദിക്കുക ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണ്, ഇതിൻ്റെ നോട്ട്സ് എന്താണ്, ഇത് ഏത് ഒക്കേഷൻസിലേക്ക് പറ്റും എന്ന് നോക്കിയിട്ട് ഓക്കെ ഇത് എൻ്റെ പർപ്പസിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുക. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ചിലർ കരുതുന്ന ഒരു കാര്യമാണ് പെർഫ്യൂം ഓയിൽസ് എടുത്താൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. പെർഫ്യൂം ഓയിൽസ് എടുത്താൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, ശരി തന്നെയാണ്. പക്ഷേ പെർഫ്യൂം ഓയിൽസ് പ്രൊജക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അവിടെയും നമ്മൾ നോക്കേണ്ടത് നമ്മളെ പർപ്പസ്, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണോ എങ്കിൽ പെർഫ്യൂം എടുക്കുക, ലാസ്റ്റ് ചെയ്യണോ എന്ന ഓയിൽ എടുക്കുക. അതൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞതാണ്. അങ്ങനെ മാത്രമല്ല, അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവിടെ നമ്മളെ പർപ്പസ് നോക്കുക. പിന്നെ പെർഫ്യൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളതിൻ്റെ കോൺസെൻട്രേഷൻ നോക്കുക. അത് എല്ലാ സമയത്തും അത് ശരിയായിക്കോളണമെന്നില്ല. കാരണം ചില ഫ്രാഗ്രൻസുകളുടെ നാച്ചർ വെച്ചിട്ട് ഇപ്പോൾ സാപ്പിൾ സോളിഡ് ഓടെ ടോയ്ലറ്റ് കോൺസെൻട്രേഷൻ ആണ്, പക്ഷെ അത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ സെയിം ടൈം എന്തായിരുന്നു ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഓടെ ടോയ്ലറ്റ് കോൺസെൻട്രേഷൻ ആണ്, പക്ഷെ ഒട്ടും സ്മെല്ല് നിൽക്കില്ല. ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാപ്പിൾ സോളിഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് സ്പൈസി ആൻഡ് ബൂട്ടി ഫ്രാഗ്രൻസ് വരുന്നതാണ്. ഡേവിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് എക്കോട്ടിക് ആണ്. അപ്പോൾ ഡേവിഡ് ഓഫ് മൈൽഡാണ്, മറ്റേതൊരു ഇത്തിരി കൂടി സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതാണ്. അത് ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്, ഇത് ഓഫീസിലേക്ക് പറ്റിയതാണ്. അപ്പോൾ ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡേവിഡ് ഓഫ് അധികം നിൽക്കില്ല. അത് എവിടെയാണ് നിൽക്കുക? നമ്മൾ ഓഫീസിനുള്ളിലാണെങ്കിൽ നിൽക്കും. ഇപ്പോൾ ഒരാൾ ഓഫീസിനുള്ളിൽ ഇരുന്നിട്ട് ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സാധനം നിൽക്കും. അതല്ലാതെ ഒരു സാപ്പിൾ സോളിഡ് ആണെങ്കിൽ പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് പോയാലും ഓഫീസിലെത്തിയാലും ഇനിയിപ്പോൾ ചിലപ്പോൾ ഉച്ചൻ്റെ ശേഷം അതിൻ്റെ സ്മെല്ല് ഉണ്ടാവും. അതിൻ്റെ ഒരു നാച്ചുറൽ അങ്ങനെയാണ്. അപ്പോൾ അത് ഓടെ ടോയ്ലറ്റിലല്ല അവിടെ കാര്യം. അവിടെ ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്ത്തിലാണ് അവിടെ കാര്യം കിടക്കുന്നത്. അപ്പോൾ അത് എന്നാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഫ്രഷ് പെർഫ്യൂംസോ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസ് പെർഫ്യൂംസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് നോക്കുക. നമുക്ക് എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂം ആണെന്നുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഓടെ കൊളോണിലേക്കൊന്നും പോകരുത്. അതിൻ്റെ മേലേക്കുള്ള ഓടെ ടോയ്ലറ്റിൽ എടുക്കണ്ടെന്നുള്ളതല്ല. ചില പെർഫ്യൂംസ് ഓടെ ടോയ്ലറ്റിൽ നല്ലോണം നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മേലോട്ടെ EDP മുതൽ അങ്ങോട്ട് EDP അല്ലെങ്കിൽ പെർഫ്യൂം ഈ രണ്ടെണ്ണത്തിൽ കിട്ടും എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതെപ്പോഴും നോക്കുക. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സെലക്റ്റീവ് പെർഫ്യൂംസ്. ഈ സെലക്റ്റീവ് പെർഫ്യൂംസ് അതേപോലെ പെർഫ്യൂംസ് അട്രാക്റ്റീവ് ആണോ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതൊക്കെ ഓരോരുത്തരെ ബേസ് ചെയ്തിരിക്കും. അത് അവരവരുടെ ബോഡി നാച്ചറിനെയും പിന്നെ എന്താ പറയുക അവരുടെ ഒരു എല്ലാ കാര്യങ്ങളും അവരുടെ പേഴ്സണാലിറ്റി പിന്നെ ഫിസിക്കൽ അപ്പിയറൻസും ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെലക്റ്റീവ് പെർഫ്യൂംസ് ഒക്കെ വർക്കൗട്ട് ആവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരാൾ എങ്ങനെ പുറത്തിറങ്ങി നടന്ന് ഈ പാൻറ്റി ഡ്രോപ്പർ പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെണ്ണുങ്ങൾ ഒന്നാകെ പിന്നാലെ ഓടുമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായി വന്നാൽ തന്നെ ഈ പറഞ്ഞ സംഗതികളൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാതെ ബ്ലൂഡി ചനയിൽ അപ്ലൈ ചെയ്ത് ഇറങ്ങിയതെഴുതി എല്ലാവരും പിന്നാലെ ഓടി വരില്ല. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മളും അതേ ഒരു ലുക്കിൽക്ക് അല്ലെങ്കിൽ അതേ ഒരു എന്താ പറയുക ഒരു രീതിയിലോട്ട് നമ്മൾ വരണം. അപ്പോൾ അതൊക്കെയാണ് പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു പെർഫ്യൂം വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒന്ന് തന്നെ എന്നും അപ്ലൈ ചെയ്ത് പോകരുത്. അപ്ലൈ ചെയ്ത് പോയാൽ എന്താ സംഭവിക്കുക? ഒന്ന് ഈ ഒരു നമ്മുടെ ഒരു നോസ് ബ്ലൈൻഡ്നെസ് വരും, അല്ലെങ്കിൽ ബ്ലൈൻഡ് നോസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പ്രശ്നം വരും. ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചിലർ പറയും ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത സമയത്തൊക്കെ വാങ്ങിയ സമയത്തൊക്കെ സ്മെല്ലുണ്ടായിരുന്നു, പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ സ്മെല്ലില്ല. സ്മെല്ല് അവിടെ തന്നെ ഉണ്ട്. നിങ്ങളത് എന്നും ഒരേ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ഫ്രാഗ്രൻസ് നിങ്ങളുടെ ഒരു ബോഡിയുടെ പാർട്ടായിട്ട് മാറി. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ റൂമിൽ എനിക്കിപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലില്ല, പക്ഷെ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാളങ്ങോട്ട് കയറി വന്നാൽ അവർക്ക് കൂടെ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. കാരണം ഞാൻ ഏതൊക്കെയോ പെർഫ്യൂം കൂടെ അപ്ലൈ ചെയ്ത് പോയിരുന്നു. അതേപോലെ ഓരോ മനുഷ്യർക്കും ഒരു 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 ഓർഡർ ഉണ്ടാവും, ബോഡി ഓർഡർ, നല്ലതും ചീത്തയൊക്കെ ആവാം. അപ്പോൾ അത് നമുക്ക് അറിയില്ല. നമ്മൾ അടുത്തോട്ട് ഒരാൾ വന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ, അയാൾക്കല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. എന്ന പോലെ ഒരിക്കലും ഒരു പെർഫ്യൂം എന്നും യൂസ് ചെയ്ത് പോകരുത്. പകരം നമ്മളൊരു 4-5 പെർഫ്യൂംസ് വെച്ചിട്ട് അതിങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്ത് പോയാൽ എല്ലാ പെർഫ്യൂമും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും.
പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് നോസ് ആവുന്നൊരു പ്രശ്നം വരികയില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും ഒന്നിന്മേൽ ഇങ്ങനെ പിടിച്ച് നടക്കരുത്. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഭയങ്കര കുത്തുന്ന എക്സ്ട്രീംലി ലൗഡായിട്ടുള്ള ഫ്രാഗ്രൻസുകൾ യൂസ് ചെയ്തിട്ട് അതൊരു ഡെയിലി വെയർ ആക്കിയിട്ട് വെക്കരുത്. അത് നിങ്ങൾ അത്തരം ഒക്കേഷനുകൾക്ക് വെക്കുക. ഞാൻ എപ്പോഴും എൻ്റെ ഒരു എന്താ പറയുക, നമ്മളടുത്ത് ചോദിക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ കുത്തുന്ന ഫ്രാഗ്രൻസുകൾ മോർണിംഗിലോ ഈവനിങ്ങിലോ ഒന്നും അപ്ലൈ ചെയ്യരുത്. അല്ലെങ്കിൽ ഫുൾ ടൈം അപ്ലൈ ചെയ്യരുത്. അത് ഈവനിങ്ങിൽക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടീസിനൊക്കെ പോകുമ്പോൾ. ഞാൻ അതിനൊരു മുമ്പ് എന്നോ ഒരിക്കൽ പണ്ട് വനിതയിലെ ഇവിടെ വായിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ രാജൻ പി ദേവ് ആക്ടർ മരിച്ചുപോയ അദ്ദേഹം എപ്പോഴും സാൻഡൽവുഡിൻ്റെ ഓയിൽ, ചന്ദന തൈലത്തിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നടൻ മമ്മൂട്ടി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള ഒരു സംഭവം മമ്മൂട്ടി പറഞ്ഞതാണ് തോന്നുന്നത്. ഞാനൊരു ഇന്റർവ്യൂവിൽ വായിച്ചത്, മമ്മൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, അത് മമ്മൂട്ടിൻ്റെ തന്നെ ഒരു ഇന്റർവ്യൂവിലാണ് തോന്നുന്നത്. പണ്ടൊക്കെ വനിതയിലല്ലേ നമ്മളിത് നോക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഈ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു സാധനം എപ്പോഴും അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ അത് ഭയങ്കര കുത്തലുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളത് കുറച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ പുറത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ അത് ഓരോന്നും അത്, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലായിരിക്കാം അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തത്. നമുക്ക് മമ്മൂട്ടി അത് പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ലൗഡർ ആയിട്ടുള്ള പെർഫ്യൂം ഒരിക്കലും നമ്മൾ ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് വലിയ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ നമ്മളെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പെർഫ്യൂം എൻജോയ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ ആളുകൾക്ക് നമ്മളോട് ഇഷ്ടമാവില്ല തോന്നുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഒരു പെർഫ്യൂം എന്തായിരുന്നു അതിൻ്റെ പേര്, കമ്പോടി, ഊത് കുവൈത്തി, ഇതൊക്കെ ഡെയിലി അപ്ലൈ ചെയ്ത് പോയാലുള്ള ഒരു സംഗതി ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം ഭയങ്കര എക്സ്ട്രീം ഫ്രാഗ്രൻസുകളാണ്. ആ ഫ്രാഗ്രൻസ് ഒന്നും എല്ലാവർക്കും ഇഷ്ടാവില്ല. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ കരുതും ഇവരെന്തായി പറയുന്നത്, ഇതൊക്കെ അടിപൊളി ഫ്രാഗ്രൻസ് അല്ലേ എന്നുള്ളത്. അടിപൊളി ഫ്രാഗ്രൻസ് ആണ്, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളാം ചിലോ. മിക്ക വീഡിയോസിൽ നമ്മൾ പറയാറില്ല എന്നോട്ട് ഐ കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ തന്നെ പറയാറുണ്ട് പല വീഡിയോസിലും. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് പറയാം, അല്ലാത്തതിന് ഇഷ്ടം ഞാൻ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക, നമ്മൾ അങ്ങനത്തെ ലൗഡർ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ ഡെയിലി വെയർ ആയിട്ട് വെക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് വലിയ എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിച്ചു വരരുത്. അത് നിങ്ങളെപ്പോഴും ട്രയൽ നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് പറ്റുമോ ചെയ്യാൻ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. കാരണം എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഫ്രാഗ്രൻസുകൾ, ചില ഫ്രാഗ്രൻസുകൾ യൂസ് ചെയ്താൽ ഭയങ്കര തലവേദനയും ചിലപ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു 8,000 10,000 ഒക്കെ കൊടുത്തിട്ട് പെർഫ്യൂം വാങ്ങിയിട്ട് ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമാവാത്ത ഫ്രാഗ്രൻസ് കൊണ്ട് പിന്നെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും അത് എവിടെയെങ്കിലും പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് വാങ്ങിക്കാതെ അത് ഓക്കെ ഇത് എനിക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഇത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്കിൽ ഇനിയും ചിലപ്പോൾ പിന്നെയും പോയിന്റുകളൊക്കെ വരുമ്പോൾ ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് വരാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.